ഹലോ, ടെക്നോ ടിപ്സറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മിക്കവാറും എല്ലാത്തരം ബൈക്കുകളിലും കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻജിൻ ഹെഡിൽ കാണുന്ന ഈ ഓയിൽ ലീക്കിംഗ് പ്രോബ്ലം. ഓയിൽ ലീക്കിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വണ്ടി പ്രോപ്പറായി വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടാണ് ഓയിലിന്റെ അംശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. ഈ പ്രോബ്ലം ഉടനടി സോൾവ് ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ എൻജിൻ ഹെഡിൽ ചെളിയും പൊടിയും അടിഞ്ഞ് ചൂട് പുറത്തേക്ക് പോകാനാവാതെ എൻജിൻ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇൻലെറ്റ് വാൽവിന്റെ കവറിംഗ്, ടാപ്പറ്റ് കവറിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എൻജിൻ ഹെഡിന്റെ താഴെ ഭാഗത്തും ഒരു വാൽവ് കവറിംഗ് ഉണ്ട്. എക്സോസ്റ്റ് വാൽവ് കവറിംഗ് ആണിത്, വണ്ടിയുടെ സൈലൻസറിന്റെ തൊട്ടടുത്തായിട്ട്. ഈ രണ്ട് വാൽവ് കവറിങ്ങളുടെയും ഉള്ളിൽ വരുന്ന ഓറിംഗ് എന്ന ഈ റബ്ബർ മെറ്റീരിയൽ ഡാമേജ് ആകുമ്പോഴാണ് എൻജിൻ ഓയിൽ ലീക്കിംഗ് വരുന്നത്. ഈ വണ്ടിയുടെ സ്പാനർ സൈസ് 17 മില്ലിമീറ്റർ ആണ്. വണ്ടി മാറുന്നതിനനുസരിച്ച് സ്പാനർ സൈസിൽ വ്യത്യാസം വരാം. ഇൻലെറ്റ് വാൽവ് കവറിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം അതിലെ ഓറിംഗ് നമ്മൾ ചെക്ക് ചെയ്താൽ അത് നന്നായി ഡാമേജ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഓറിംഗ് ഏതാണ്ട് പരന്ന ഷേപ്പിലാണ് ഇരിക്കുന്നത്. ശരിക്കുമുള്ള ഓറിംഗിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ഷേപ്പ് അഥവാ വട്ടത്തിലുള്ള ഷേപ്പാണ്. ദീർഘകാലമായി ഓറിംഗ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ ഷേപ്പ് അടിച്ചു പരത്തിയതുപോലെ പരന്ന ഷേപ്പായി പോയി. ഓറിംഗ് ഫ്രഷ് കണ്ടീഷനിലാണെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും. എൻജിൻ ഹെഡിൽ വാൽവ് കവറിംഗ് വരുന്ന ഭാഗത്ത് നമുക്ക് നന്നായി തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. പുതിയ ഓറിംഗ് ഇടുന്നതിന് മുൻപായി വാൽവ് കവറിങ്ങിന്റെ ചുറ്റിലുമായി ഒരു അല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗാസ്കറ്റ് ഇതുപോലെ തേച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. പുതിയ ഓറിംഗ് ആയതുകൊണ്ട് അനാബോണ്ട് ഇട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. വാൽവ് കവറിങ്ങിലേക്ക് പുതിയ ഓറിംഗ് ഇതുപോലെ വെച്ചു കൊടുത്ത് ചുറ്റിലും പ്രസ് ചെയ്തതിന് ശേഷം ഒരല്പം കൂടി ലിക്വിഡ് ഗാസ്കറ്റ് ചുറ്റിലും തേച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇൻലെറ്റ് വാൽവ് കവറിംഗ് തിരികെ വെച്ച് കൈകൊണ്ട് മുഴുവനായി ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാനർ ഉപയോഗിച്ച് ഒരു അത്യാവശ്യം ടോർക്കിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ ടോർക്ക് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻജിൻ ഹെഡ് അലൂമിനിയം മെറ്റീരിയൽ ആയതുകൊണ്ട് ഓവർ ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയേറെയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് എക്സോസ്റ്റ് വാൽവിലെ ഓറിംഗ് മാറ്റിയിടണം. അതിനുവേണ്ടി നമുക്ക് സെയിം സ്പാനർ സൈസ് തന്നെ ഈ വണ്ടിയുടെ കേസിൽ ഉപയോഗിക്കാവുന്നതാണ്. എക്സോസ്റ്റ് വാൽവിലുള്ള എൻജിൻ ഓയിൽ ലീക്കിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയറും സെയിം തന്നെയാണ്. എക്സോസ്റ്റ് വാൽവ് കവറിംഗ് ഓപ്പൺ ചെയ്ത് ഡാമേജ് ആയ പഴയ ഓറിംഗ് മാറ്റി പുതിയ ഓറിംഗ് ഇട്ടാൽ എൻജിൻ ഓയിൽ ലീക്കിംഗ് പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഓറിംഗ് മാറ്റിയ പ്രൊസീജിയർ തന്നെ ആയതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്